രാഷ്ട്രീയ സ്വാധീനത്തെ തുടർന്ന് പോലീസ് എഴുതിത്തള്ളിയ പോക്സോ കേസ് നിലനിൽക്കുമെന്ന നിർണായക ഉത്തരവുമായി കോഴിക്കോട് പോക്സോ കോടതി. 5ാം ക്ലാസുകാരി പീഡനത്തിനിരയായ സംഭവത്തിൽ കേസെടുക്കാൻ സ്കൂൾ മാനേജർ നടത്തിയ ഇടപെടലിലാണ് നടപടി. 1ാം പ്രതിയായ അധ്യാപകൻ ഉൾപ്പെട്ട 3 പേർക്ക് കോടതി നോട്ടീസ് അയച്ചു. 2023 ഏപ്രിലിൽ കോഴിക്കോട് റൂറലിലെ ഒരു എയ്ഡഡ് സ്കൂളിലാണ് സംഭവമുണ്ടായത്. സ്കൂളിലെ മുതിർന്ന അധ്യാപകൻ ഓഫീസ് മുറിയിൽ വെച്ച് 5ാം ക്ലാസ്സുകാരിയോട് ലൈംഗികാതിക്രമം നടത്തുന്ന CCTV ദൃശ്യങ്ങൾ സഹിതം സ്കൂൾ മാനേജറാണ് പ്രധാനാധ്യാപികയ്ക്കും പോലീസിനും പരാതി നൽകിയത്. പെൺകുട്ടിക്കും മാതാപിതാക്കൾക്കും പരാതിയില്ലെന്ന് ചൂണ്ടിക്കാട്ടി കേസെടുക്കാതിരുന്ന പോലീസ് മാനേജറുടെ നിരന്തര ഇടപെടലിനൊടുവിൽ 1 വർഷത്തിനിപ്പുറം കേസെടുത്തു. എന്നാൽ അധ്യാപകൻ നടത്തിയത് പിതൃവാത്സല്യത്തോടെയുള്ള പെരുമാറ്റമെന്നാണ് പോലീസ് കോടതിയിൽ റിപ്പോർട്ട് നൽകിയത്. ഭരണാനുകൂല സംഘടനയിൽപ്പെട്ട അധ്യാപകനായതിനാൽ പോലീസ് രാഷ്ട്രീയ സമ്മർദ്ദത്തിന് വഴങ്ങിയെന്നാണ് പരാതിക്കാരന്റെ ആരോപണം. ദൃശ്യങ്ങൾ കണ്ട പ്രധാന അധ്യാപികയും വേണ്ട നടപടി സ്വീകരിച്ചില്ലെന്ന് മാനേജർ ആരോപിക്കുന്നു. DDക്ക് പരാതി കൊടുത്തു, ഒരു നടപടി ഉണ്ടായില്ല. DPA വിജിലൻസിലേക്ക് പരാതി അയച്ചു. വിജിലൻസും അത് DDയിലേക്ക് അയച്ചിട്ടുണ്ട് എന്നുള്ള മറുപടിയാണ് ഞാൻ പിന്നീട് ഫോളോ ചെയ്തപ്പോൾ കിട്ടിയത്. ഒരു നടപടി ഉണ്ടായില്ല. എനിക്ക് ഈ ഒരു കേസുമായിട്ട് മുന്നോട്ട് പോയപ്പോൾ പല സ്ഥലത്തുനിന്നും സമ്മർദ്ദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് പേര് വീട്ടിൽ വന്ന് മണിക്കൂറുകളോളം സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ട്, ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. അതിനുശേഷം വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് എനിക്ക് കോൾ വന്നിട്ടുണ്ട്. അങ്ങേരും പറഞ്ഞു, 1 കൊല്ലം മുന്നേ നടന്ന കേസല്ലേ, അതൊന്നും നിലനിൽക്കില്ല, സാറ് ഇതെങ്ങനെയെങ്കിലും ഒന്ന് സെറ്റിൽ ചെയ്ത് വിട്ടേക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച കോഴിക്കോട് പോക്സോ കോടതി പോലീസ് സമർപ്പിച്ച റിപ്പോർട്ട് തള്ളി. 1ാം പ്രതിയായ LP സ്കൂൾ അധ്യാപകനെതിരെ പോക്സോ ആക്ട് 7-8 സെക്ഷനുകളും 2ാം പ്രതി പ്രധാനാധ്യാപിക, 3ാം പ്രതി അന്നത്തെ AU എന്നിവർക്കെതിരെ പോക്സോ ആക്ട് സെക്ഷൻ 21 നിലനിൽക്കുമെന്നും കോടതി വ്യക്തമാക്കി. 24 കോഴിക്കോട്.